ഗുഡ് മോർണിംഗ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ഈ ചാപ്റ്ററിലെ അടുത്ത സെഷനാണ് മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. മസിൽ ടിഷ്യൂ. ഈച്ച് മസിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ലോങ് സിലിണ്ട്രിക്കൽ ഫൈബേഴ്സ് അറേഞ്ച്ഡ് ഇൻ പാരലൽ അറേസ്. പാരലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ലോങ്ങും സിലിണ്ട്രിക്കലുമായിട്ടുള്ള ഫൈബേഴ്സാണ് ഈ ഒരു മസിൽ എന്ന് പറയുന്നത്. ഓരോ മസിലും സിലിണ്ട്രിക്കൽ ആൻഡ് ലോങ് ഫൈബേഴ്സ് പാരലായിട്ട് അറേഞ്ച് ചെയ്താണ് ഉണ്ടായിരിക്കുന്നത്. These fibers are composed of numerous fine fibrils called myofibril. മയോഫൈബ്രിൽ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ മയോഫൈബ്രിൽ എന്ന് പറഞ്ഞാൽ ഫൈൻ ആയിട്ടുള്ള ഫൈബ്രിലുകളാണ്. മസിൽ ഫൈബേഴ്സ് കൺട്രാക്ട്, ദാറ്റ് ഈസ് ഷോർട്ടൻ ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലേഷൻ, ദെൻ റിലാക്സ്, ദാറ്റ് ഈസ് ലെങ്തൻ ആൻഡ് റിട്ടേൺ ടു ദെയർ അൺകൺട്രാക്റ്റഡ് സ്റ്റേറ്റ് ഇൻ എ കോർഡിനേറ്റഡ് ഫാഷൻ. അപ്പോൾ എങ്ങനെയാണ് മസിൽസ് ഫങ്ഷൻ ചെയ്യുന്നതാണ്? ഒരു സ്റ്റിമുലേഷൻ വരുമ്പോൾ അതിന് റെസ്പോൺസ് ആയിട്ട് നമ്മുടെ ഈ മസിൽ ഫൈബേഴ്സ് കൺട്രാക്ട് ചെയ്യും. അതായത് മസിൽ ഫൈബറിൻ്റെ ഒറിജിനൽ ലെങ്ത് എന്തായിരുന്നോ അതിൽ നിന്നും അത് ഷോർട്ടൻ ചെയ്യുന്നതായിട്ട് കാണാം. പിന്നീട് ദേ വിൽ റിലാക്സ്, ദാറ്റ് ഈസ് അതിൻ്റെ ഒറിജിനൽ ലെങ്തിലേക്ക് മാറും, ദാറ്റ് ഈസ് ലെങ്തൻ ചെയ്യും. ആൻഡ് റിട്ടേൺ ടു ദെയർ അൺകൺട്രാക്റ്റഡ് സ്റ്റേറ്റ് ഇൻ എ കോർഡിനേറ്റഡ് ഫാഷൻ. ഇതൊരു കോർഡിനേറ്റഡ് ഫാഷനിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് കൺട്രാക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യുന്നതും ഒരു കോർഡിനേറ്റഡ് ഫാഷനിൽ നടക്കുന്നു. Their action moves the body to adjust to the changes in the environment and to maintain the positions of the various parts of the body. അപ്പം ഇങ്ങനെയുള്ള കൺട്രാക്ഷനും റിലാക്സേഷനുമാണ് നമുക്ക് നമ്മുടെ ബോഡി മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. അങ്ങനെ മൂവ് ചെയ്താലേ നമുക്ക് ഈ നമ്മുടെ എൻവയോൺമെൻറ്റിനുമായിട്ട് ചേർന്ന് ജീവിക്കാൻ പറ്റും. എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും സ്റ്റിമുലൈ വരുമ്പോഴാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്, അല്ലേ? ചേഞ്ചസ് വരുത്തുന്നത് നമ്മുടെ ബോഡി പോസ്റ്ററിലൊക്കെ, അതുപോലെ ബോഡി പൊസിഷനും ഒക്കെ മാറ്റുന്നത്. ഇൻ ജനറൽ, മസിൽ പ്ലേ ആൻ ആക്റ്റീവ് റോൾ ഇൻ ഓൾ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ബോഡി. അപ്പം ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ മൂവ്മെൻറ്റ്സിൻ്റെയൊക്കെ ബോഡിയുടെ മൂവ്മെൻറ്റ്സിനൊക്കെ ഒരു ആക്റ്റീവ് റോൾ ആരാണ് കൊടുക്കുന്നത്? മസിൽസ് ആണ്. സോ ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മസിൽസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഓൾ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ബോഡി. മൂവ്മെൻറ്റ്സ് ഓഫ് ദ ബോഡി ആർ കൺട്രോൾഡ് ബൈ ദിസ് മസിൽസ്. മസിൽസ് ആർ ഓഫ് 3 types: സ്കെൽറ്റൽ, സ്മൂത്ത് ആൻഡ് കാർഡിയാക്. ഇനി അടുത്തതിൻ്റെ ടൈപ്സ് ആണ്. നമുക്ക് ആ ടൈപ്സിലേക്ക് പോകാം. ഫസ്റ്റ് ടൈപ്പാണ് സ്കെലിറ്റൽ, ദാറ്റ് ഈസ് സ്കെലിറ്റൽ മസിൽ. സ്കെലിറ്റൽ മസിൽ ടിഷ്യൂ ഈസ് ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൽ ബോൺസ്. അപ്പം ആ പേര് പറയുന്ന പോലെ തന്നെ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്ന മസിൽസ് ആണ് സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. ഇൻ എ ടിപ്പിക്കൽ മസിൽ സച്ച് എസ് ബൈസെപ്സ്, സ്ട്രയേറ്റഡ്, ദാറ്റ് ഈസ് സ്ട്രൈപ്ഡ് സ്കെലിറ്റൽ മസിൽ ഫൈബേഴ്സ് ആർ bundled together in a parallel fashion, so that we can see in this figure 7.7a. ഇതാണ് സ്കെൽറ്റൽ മസിലിൻ്റെ ഫിഗർ. ഇത് കണ്ടോ, സ്ട്രയേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ പാരലായിട്ടായിരിക്കും ഫൈബേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ് ഫൈബേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ പാരലൽ, അല്ലേ? പാരലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്കെൽറ്റൽ മസിലിന് ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, ബൈസെപ്സ്. നമ്മുടെ കയ്യിലുള്ള മസിലാണ് ബൈസെപ്സ്. A sheath of tough connective tissue encloses several bundles of muscle fibers. You will learn more about this chapter 20. അതിൽ നമ്മൾ ആ മസിലിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കും. ഇവിടെ നമുക്ക് മസ്കുലാർ ടിഷ്യൂ, നമ്മൾ ടിഷ്യൂസിൽ 4 ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൽ മസിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതൊക്കെ ജസ്റ്റ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പം എ ഷീത്ത് ഓഫ് ടഫ് കണക്റ്റീവ് ടിഷ്യൂ എൻക്ലോസസ് സെവറൽ ബണ്ടിൽസ് ഓഫ് മസിൽ ഫൈബേഴ്സ്. അപ്പം രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആയിരുന്നു കണക്റ്റീവ് ടിഷ്യൂ, അല്ലേ? അത് നമ്മൾ പറഞ്ഞായിരുന്നു. ആ കണക്റ്റീവ് ടിഷ്യൂ ഈ മസിൽ ഫൈബേഴ്സിനെയൊക്കെ കവർ ചെയ്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്നതായിട്ടുണ്ട്. ഒരു ഷീത്ത് ഓഫ് ടഫ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, സോ ദാറ്റ് വാസ് അബൌട്ട് സ്കെൽറ്റൽ മസിൽ. ഇനി അടുത്ത രണ്ടാമത്തെ ടൈപ്പ് സ്മൂത്ത് മസിൽ. സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ടേപ്പർ അറ്റ് ബോത്ത് എൻഡ്സ്, ദാറ്റ് ഈസ് ഫ്യൂസിഫോം ആൻഡ് ഡു നോട്ട് ഷോ സ്ട്രയേഷൻസ്. അത് നമുക്ക് ഈ ഫിഗറിൽ നോക്കാം. സോ ദിസ് ഈസ് സ്മൂത്ത് മസിൽ. സ്മൂത്ത് മസിലിൻ്റെ എൻഡ് കണ്ടോ? ഇവിടെ ഫൈബേഴ്സ് എങ്ങനെയായിരുന്നു? സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിരുന്നു. കണ്ടോ, മേലും താഴെയും ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് അല്ലേ ഇത് ഇവിടെ കണ്ടേ? എന്നാൽ ഇവിടെ കണ്ടോ, ഓരോ സ്മൂത്ത് മസിൽ ഫൈബറും എങ്ങനെയാണ്? ടേപ്പറിങ് എൻഡ്സ് ഉള്ളതാണ്. രണ്ടറ്റും ഇങ്ങനെ നേർത്തിരിക്കുകയാണ്, അല്ലേ? എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ടായിരിക്കും ന്യൂക്ലിയസും കാണുന്നത്. അതാണ് ഓരോ മസിൽ ഫൈബറും. ദാറ്റ് ഈസ് അബൌട്ട് സ്മൂത്ത് മസിൽ. അതുപോലെ തന്നെ ഇവിടെ എല്ലാം സ്ട്രയേഷൻസ് ഉണ്ടായിരുന്നു. കണ്ടോ, സ്ട്രയേഷൻസ് ദാറ്റ് വി ക്യാൻ സീ ഇൻ സ്കെൽറ്റൽ മസിൽ, ബട്ട് സ്ട്രയേഷൻസ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ smooth muscle. Cell junctions hold them together and they are bundled together in a connective tissue sheath. അപ്പം ഒരു കണക്റ്റീവ് ടിഷ്യൂ ഷീറ്റ് കൊണ്ടാണ് ഇവരെല്ലാം കവർ ചെയ്തിരിക്കുന്നത്.
ഈ സ്മൂത്ത് മസിൽസിനെയൊക്കെ ഹോൾഡ് ചെയ്യുന്നത് സെൽ ജംഗ്ഷൻ ആണ്. അതുപോലെ ഇതിനെ കവർ ചെയ്തുകൊണ്ട് കണക്റ്റീവ് ടിഷ്യൂ ഷീറ്റും ഉണ്ടായിരിക്കും. ഓക്കെ. ആൻഡ് ദ വോൾ ഓഫ് ഇന്റേണൽ ഓർഗൻസ് സച്ച് എസ് ബ്ലഡ് വെസൽസ്, സ്റ്റൊമക് ആൻഡ് ഇൻഡസ്റ്റൈൻ കണ്ടെയ്ൻസ് ദിസ് ടൈപ്പ് ഓഫ് മസിൽ ടിഷ്യൂ. അപ്പോൾ സ്മൂത്ത് മസിൽസ് എവിടെയാണ് കാണുന്നത്? ബ്ലഡ് വെസലിലും സ്റ്റൊമക്കിലും ഇൻഡസ്റ്റൈനിലുമാണ് കാണുന്നത്. Smooth muscles are involuntary as their functioning cannot be controlled directly. അപ്പം ഡയറക്റ്റ് കൺട്രോൾ നമുക്കില്ല അല്ലേ? നമ്മുടെ സ്റ്റൊമക്കിലെയും ഇൻഡസ്റ്റൈനിലെയും ബ്ലഡ് വെസൽസിലെയൊക്കെ മൂവ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ദേ ആർ ഇൻവോളണ്ടറി. വി യൂഷ്വലി ആർ നോട്ട് ഏബിൾ ടു മേക്ക് ഇറ്റ് കൺട്രാക്ട് മിയർലി ബൈ തിങ്കിങ് അബൌട്ട് ഇറ്റ് ആസ് വി ക്യാൻ ഡു വിത്ത് സ്കെൽറ്റൽ മസിൽ. എന്നാൽ സ്കെൽറ്റൽ മസിൽ വോളണ്ടറി ആയിരുന്നല്ലേ? എന്ന് വെച്ചാൽ നമുക്കിപ്പം കൈ മടക്കണം എന്ന് നമ്മൾ തിങ്ക് ചെയ്താൽ മതി, നമുക്ക് കൈ മടക്കാൻ സാധിക്കും അല്ലേ? അതേപോലെ ചെയ്യാൻ പറ്റുമോ നമുക്ക് നമ്മുടെ സ്റ്റൊമക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അടുത്തൊരു ഡിഫറൻസ് ആണ് സ്കെൽറ്റൽ മസിൽ എന്ന് പറയുന്നത് വോളണ്ടറി ആണ്, എന്നാൽ സ്മൂത്ത് മസിൽ വോളണ്ടറി അല്ല. ദാറ്റ് ഈസ് ദേ ആർ ഇൻവോളണ്ടറി. ആൻഡ് ദ നെക്സ്റ്റ് ടൈപ്പ് ഈസ് കാർഡിയാക് മസിൽ ടിഷ്യൂ. മൂന്നാമത്തെയാണ് കാർഡിയാക് മസിൽ ടിഷ്യൂ. ഇറ്റ്സ് എ കൺട്രാക്റ്റൈൽ ടിഷ്യൂ പ്രസൻറ്റ് ഓൺലി ഇൻ ദ ഹാർട്ട്. ഹാർട്ടിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം മസിൽ ടിഷ്യൂ ആണ് കാർഡിയാക് മസിൽ ടിഷ്യൂ. സെൽ ജംഗ്ഷൻസ് ഫ്യൂസ് ദ പ്ലാസ്മ മെംബ്രെയിൻസ് ഓഫ് കാർഡിയാക് മസിൽ സെൽസ് ആൻഡ് മേക്ക് ദെം സ്റ്റിക്ക് ടുഗെദർ. സോ ഈ ടിഷ്യൂവിലെ സെൽ ജംഗ്ഷൻസ് ആണ് പ്ലാസ്മ മെംബ്രെയിൻസ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഉണ്ടായിട്ടുണ്ട്. സെൽ ജംഗ്ഷൻസ് ഉണ്ട്. ആൻഡ് ദിസ് മേക്ക് ദം സ്റ്റിക്ക് ടുഗെദർ. ഇത് കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസ്, ദർ ഈസ് ഇന്റർകലേറ്റഡ് ഡിസ്ക് അറ്റ് സം ഫ്യൂഷൻ പോയിൻറ്റ്സ് അലോ ദ സെൽ ടു കൺട്രാക്ട് ആസ് എ യൂണിറ്റ്. അപ്പം ഈ ജംഗ്ഷൻസ് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എങ്ങനെയാണ്? ഇൻ്റർകലേറ്റഡ് ഡിസ്ക് വഴിയാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഓരോ സെല്ലുകളായിട്ട് കൺട്രാക്ട് ചെയ്യില്ല, ആസ് എ യൂണിറ്റ് ഒന്നിച്ച് കൺട്രാക്ട് ചെയ്യും അല്ലേ? ഹാർട്ട് മസിൽസ് അങ്ങനെയല്ലേ, കൺട്രാക്ട് ചെയ്യുമ്പോൾ ഒന്നിച്ചല്ലേ കൺട്രാക്ട് ചെയ്യുന്നത്? അപ്പം നമ്മുടെ ഈ സെൽസ് എല്ലാം തന്നെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഇതിനിടയിലായിട്ടുള്ള ഇൻ്റർകലേറ്റഡ് ഡിസ്ക് ആണ്. നമുക്കത് ഫിഗറിൽ കാണാമേ. That is, when one cell receives a signal to contract, its neighbors are also simulated to contract. അപ്പോൾ നമ്മുടെ ഒരു സെല്ലിന് ഒരു സിഗ്നൽ കൊടുത്താൽ മതി കൺട്രാക്ട് ചെയ്യാനുള്ള, അടുത്തുള്ള സെല്ലുകളും സൈമിൾട്ടേനിയസ്ലി കൺട്രാക്ട് ചെയ്യും. നമുക്ക് സ്ട്രയേഷൻസ് കാണാം. സ്ട്രയേഷൻസ് ഉള്ള മസിൽ ടിഷ്യൂ ആണ്. ആൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. ഹിയർ വി ക്യാൻ സീ ന്യൂക്ലിയസ്. ആൻഡ് ന്യൂക്ലിയസിനിടയിൽ തന്നെ ഇൻ്റർകലേറ്റഡ് ഡിസ്കുകളുണ്ട്. ദാറ്റ് ഈസ് ജംഗ്ഷൻ ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് സെൽസ് കണ്ടില്ലേ? ഇതാണ് മുമ്പേ പറഞ്ഞ ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ ഇതിൻ്റെ മൂന്നിൻ്റെയും ഫിഗർ വരച്ചിട്ട് അതിന് താഴേക്ക് നിങ്ങൾ പോയിൻറ്റ്സ് ആയിട്ട് എഴുതുക ഓരോന്നിൻ്റെയും ഡിഫറൻസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ സ്കെൽറ്റഡ് മസിൽ ടിഷ്യൂ ആണ്. ഇതിൽ എന്താണ്? സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്. അപ്പോൾ ഒരു പോയിൻ്റ് ആയല്ലോ. എന്നാൽ സ്മൂത്ത് മസിൽ എങ്ങനെയാണ്? ടേപ്പറിങ് എൻഡ്സ് ഉള്ളതാണ്. ഇവിടെ ആണെങ്കിലോ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ആൻഡ് ഇവിടെ സ്ട്രയേഷൻസ് ഉണ്ട്, ഇവിടെ സ്ട്രയേഷൻസ് ഇല്ല. ആൻഡ് ഹിയർ കാർഡിയാക് മസിലും സ്ട്രയേഷൻസ് ഉണ്ട് അല്ലേ? പിന്നെ അങ്ങനെ ഓരോരോ പോയിൻറ്റ്സും നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതി ഷോർട്ട് നോട്ടായിട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം പഠിക്കാൻ പറ്റും. ഡിഫറൻസ് ആയിട്ട് പഠിക്കുക. ഡിഫറൻസ് വെച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഓർത്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മസിൽ ടിഷ്യൂ. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആയിരുന്നു മസിൽ ടിഷ്യൂ. ഇനി അടുത്ത ടിഷ്യൂ ആണ് ന്യൂറൽ ടിഷ്യൂ. ന്യൂറൽ ടിഷ്യൂ നമുക്കിനി അടുത്ത വീഡിയോയിൽ പഠിക്കാം.